മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു സിനിമാ നടനോ നടിയോ അതേപോലെ തന്നെ ഏതെങ്കിലും കായിക താരങ്ങളോ അതേപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് വിശ്വാസിയായിട്ടുള്ള ഒരു മുസൽമാനോ ഇവരൊക്കെ BJP ആണെന്ന് പറഞ്ഞാൽ ആ സമയം മുതൽ നമ്മുടെ കേരളത്തില് വളഞ്ഞിട്ട് കമ്മികളും ജിഹാദികളും സുഡാപ്പികളും തീവ്രചിന്താഗതിക്കാരും കൂടെ തെറി വിളിച്ച് സോഷ്യൽ മീഡിയയിൽ അവരങ്ങ് അപമാനിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ കാലം വരുന്ന നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് വരുന്നത് വരെ ഉള്ളൂ എന്നുള്ളതാ വലിയ യാഥാർത്ഥ്യം. ഒരു 2 അക്ക സംഖ്യയിലേക്കെങ്കിലും കേരളത്തിൽ BJP സീറ്റ് പിടിക്കുമെന്നുള്ളതിൽ ഒരു തർക്കം ആർക്കും വേണ്ട. നമ്മുടെ കേരളത്തിന്റെ നഗരപ്രദേശങ്ങളിലൊക്കെ BJP പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണങ്ങൾ എന്ന് എടുത്ത് മുന്നോട്ട് വെക്കാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും തള്ളാൻ സാധിക്കൂല. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ആണ് ഇന്ന് ഭരിച്ചു മുന്നോട്ട് പോകുന്നത്. കോഴിക്കോട് എടുത്തു നോക്കുകയാണെങ്കിൽ കോർപ്പറേഷൻ വലിയ മുന്നേറ്റം, നോർത്തിലും സൗത്തും സീറ്റുകളിലൊക്കെ വലിയ BJP അംഗസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി തൃശ്ശൂർ ലോക്സഭ തന്നെ സുരേഷ് ഗോപി പിടിച്ചോ. അവിടെ തൃശ്ശൂർ മണ്ഡലം ഉൾപ്പെടെയുള്ള നിരവധി മണ്ഡലങ്ങളിൽ BJPക്ക് വലിയ വോട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ 36 മണ്ഡലങ്ങളില് 30,000-ത്തിലധികം വോട്ടുണ്ട്. കേരളത്തിലെ മത്സരിക്കാൻ ആളെ കിട്ടാത്ത കേരളത്തില് 36 മണ്ഡലങ്ങളില് 30,000-ത്തിലധികം വോട്ടുണ്ട്. നമ്മുടെ എറണാകുളത്ത് തൃപ്പൂണിത്തറയിലൊക്കെ അഞ്ജലി നായർ ഇത്തവണ സീറ്റ് പിടിക്കവിടെ. ഇതൊക്കെ കേൾക്കുമ്പോ ആര് പിടിക്കും, എങ്ങനെ പിടിക്കും, ഒരു നടി പിടിക്കുമോ എന്നൊക്കെ ചോദിക്കും. സുരേഷ് ഗോപി ഈ പറയുന്ന തൃശ്ശൂർ ലോക്സഭയിൽ മത്സരിക്കുമ്പോൾ, ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഇതേ ചോദ്യം നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രമുഖ മാധ്യമം സുരേഷ് ഗോപി വിജയിക്കുമെന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടോ? ഒരാളും പറയൂല. അതേപോലെ തന്നെയാ വരുന്ന നിയമസഭാ ഇലക്ഷനും. ഒരാളും ഇവിടെ അഞ്ജലി നായരൊന്നും വിജയിക്കുന്ന അറിയില്ല. അഞ്ജലി നായരൊക്കെ വിജയിക്കും. വ്യക്തമായിട്ട് അവിടെ വോട്ട് വർധന നടന്നിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയുടെ റിസൾട്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ട് തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി BJP പിടിച്ചു. BJP ആണെന്ന് തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി ഭരിച്ചു മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയാ. തൃപ്പൂണിത്തറയിൽ അഞ്ജലി നായരൊക്കെ ഇറങ്ങിയ സമയത്ത് നടിയാണ്. ആക്രമണം ഉണ്ടാവുമല്ലോ. BJP സ്ഥാനാർത്ഥി ആരാണോ അവരെ വളഞ്ഞിട്ടൊരു ആക്രമണം ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടോ നടി സിനിമയിൽ പോയാൽ പോരെ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. പക്ഷെ അവര് ഇലക്ഷൻ പ്രചരണത്തിന് അങ്ങ് ഇറങ്ങിയതോട് കൂടിയിട്ട് കിളി മാറിയിട്ടുണ്ട്. ഏതായാലും UDF-ന്റെയും LDF-ന്റെയൊക്കെ അതായത് പിടുത്തം വിട്ടിട്ടുണ്ട്. UDF LDF കേന്ദ്രങ്ങളൊക്കെ തന്നെ അവർ കൃത്യമായിട്ട് രാഷ്ട്രീയം അറിയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ അതേ ശൈലിയിൽ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി. മാത്രമല്ല സാധാരണക്കാരെ വിഷയങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ഇടപെടുന്നു. നിങ്ങൾ അതൊന്ന് വിട്ടു. ഇവിടെ വന്നപ്പോ പോലും ഏറ്റവും ആദ്യം പോയത് പള്ളുരുത്തിയിലെ ഒരു കോളനിയുടെ അകത്തേക്കാണ്. ആ കോളനിയിൽ പോയപ്പോ അവിടുത്തെ ചേട്ടന്മാര് പറഞ്ഞു അവര് 4-5 വട്ടം അടുപ്പിച്ച് എലി കടിച്ചുകൊണ്ടിരിക്കുകയാണ്, കുഞ്ഞുങ്ങളെ എലി കടിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്കൊരു ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയാണ്, അവരുടെ പുറത്ത് അടുക്കള. ഒരാൾക്കും ഇങ്ങനെ ഒരു ഗതി വരരുത്. ഇതുപോലുള്ള ഒരു നാട്ടില് നമ്മൾ ഇത്രയും പേരുണ്ട്, നിങ്ങൾ ഇത്രയും ശക്തരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ 10 വർഷമായിട്ട് ഇതിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു മാറ്റം നമുക്ക് പറ്റും. നമുക്ക് വികസനങ്ങൾക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ചെയ്യാൻ പറ്റും. ഇത്ര വലിയ ഘോരമായിട്ട് വികസനം പദ്ധതി ഇതൊന്നും പദ്ധതിക്കൊന്നും വേണ്ട കാര്യമില്ല. വളരെ ചെറിയ ചെറിയ എമൗണ്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവരെ സന്തോഷിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇതിലവർ തൃപ്തിയാണെങ്കിൽ, ഇതിലവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, ഇതിലവർ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് കോടികൾ? വളരെ കുറച്ച് എമൗണ്ടിൽ നമുക്കിത് ചെയ്ത് അവരെ സന്തോഷിപ്പിക്കാവുന്നതേ ഉള്ളൂ. അതുപോലും ഇവിടെ നടന്നിട്ടില്ല ഇത്രയും കാലത്തിന്റെ ഇടയിൽ. അപ്പം ഞങ്ങളെ വിശ്വസിച്ച്, ഞങ്ങളുടെ പാർട്ടിയെ വിശ്വസിച്ച് നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാം. ഈ നാടിന്, ഈ തൃപ്പൂണിത്തുറ മണ്ഡലം മൊത്തം നമ്മുടെ കൂടെ ഉണ്ടാവണം. അത് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ വിശ്വാസം കൈവരിച്ചാൽ മാത്രമേ ഇതെല്ലാം നടക്കുള്ളൂ. നിങ്ങൾ കേട്ടില്ല എത്ര സുന്ദരമായിട്ട് അവർ അവിടെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നു. സാധാരണക്കാരന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നു. എലി കടിക്കുന്നതിനെ കുറിച്ചൊക്കെ അവർ എവിടെയായി കടിക്കുന്നത്? നമ്മുടെ പ്രധാനപ്പെട്ട ഒരു നഗരത്തിലെ സാധാരണക്കാരെ എലി കടിക്കുക, ആ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന സാധാരണക്കാര് നമ്മുടെ കേരളത്തിലുണ്ട്. UDF-ന്റെയും LDF-ന്റെയും ഒക്കെ നേതാക്കന്മാർക്ക് ആർക്കെങ്കിലും ബോധമുണ്ടെങ്കിൽ അവർ ആ പാർട്ടിയിൽ നിന്നൊക്കെ രാജിവെച്ച് പോണ്ടേ.
10-60 വർഷക്കാലം കേരളമൊക്കെ ഈ UDF-ഉം LDF-ഉം സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ നമ്മുടെ കേരളം ഭരിക്കുന്നത് ഇടതും വലതുമാ. ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ വീടില്ലാത്തവരും എന്തിനേറെ പറയുന്നു. നമ്മുടെ തലസ്ഥാന നഗരിയിൽ 2000 വീട കോർപ്പറേഷൻ BJP പ്രഖ്യാപിച്ച സാധാരണക്കാർക്ക് വീടില്ലാത്ത ആളുകൾക്കല്ലേ വീട് കൊടുക്കുന്നത്. ഇത് മനസ്സിലാക്കണം. 2000 ആളുകൾക്ക് വീടില്ലാത്ത തലസ്ഥാന നഗരിയിൽ. അത് മാത്രമല്ല, സംഘടനാ തലത്തിൽ അവിടെ BJP കണക്കെടുക്കുമ്പോൾ 20,000 ആളുകളോളം വീടില്ലാത്ത പ്രശ്നങ്ങളുണ്ട് നമ്മുടെ തലസ്ഥാന നഗരിയിൽ മാത്രം. എറണാകുളം എന്താ നമ്മുടെ പ്രധാനപ്പെട്ട നഗരല്ലേ, അവിടെ NDA സ്ഥാനാർത്ഥി എന്താ പറയുന്നത്, അവിടെ സാധാരണക്കാര് എലി കടിക്കുന്ന അവസ്ഥയുണ്ട്. UDF-ഉം LDF-ഉം ഒക്കെ ഭരിച്ചതിന്റെ ഗുണമാ. ഇവിടെയാണ് അഞ്ജലി നായർക്ക് രംഗത്തെത്തിയിട്ട് ഒരു മാറ്റം വേണം. പ്രത്യേകം ഓർക്കണം, ഇവര് 2020 സ്ഥാനാർത്ഥിയായിട്ടാണ് രംഗത്തെത്തിയത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തറ BJP പിടിക്കുന്ന സമയത്ത് അവിടെ 2020 സഖ്യമല്ല. നിലവിൽ ഇപ്പൊ തൃപ്പൂണിത്തറയിൽ 2020യും BJPയും കൂടി വലിയ ഐക്യത്തിലാണ് അവിടെ പ്രചരണം നടക്കുന്നത്. രാഷ്ട്രീയത്തിൽ സകല ആളുകൾക്കും അറിയാവുന്നതല്ലേ, 1-1 2 ഈ സഖ്യ കണക്ക് എന്ന് പറയുന്നത്. 1-1 വലിയ റിസൾട്ടിലേക്കാണ് ഈ സഖ്യത്തിലൂടെയുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. ഈ BJPക്ക് ഇത്ര വോട്ട്, 2020ക്ക് ഇത്ര വോട്ട് എന്ന് പറയുമ്പോൾ അത് കൂട്ടുന്നത് കിട്ടുന്നതിനേക്കാൾ അപ്പുറം ഈ ഒരു ഐക്യത്തിന് വലിയ ജനപിന്തുണയുണ്ട്. നമ്മുടെ കേരളത്തിന്റെ നഗരപ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ മുന്നേറ്റമാണ് BJP കാഴ്ചവെച്ച് മുന്നോട്ട് കുതിക്കുന്നത്. ഒരു യാഥാർത്ഥ്യ. ഇതൊന്നും നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളിൽ ഏതെങ്കിലും ആളുകൾ അന്തിച്ചർച്ചയൊക്കെ നടത്തി ആരും ഒന്നും വിളിച്ചു പറയാനൊന്നും പോകുന്നില്ല. പക്ഷേ ഈ വരുന്ന നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് വരുന്നത് മുതൽ ഇവിടെ വലിയ ചർച്ചയൊക്കെ നടക്കും. റിസൾട്ട് വന്നതിന് ശേഷമാണല്ലോ സുരേഷ് ഗോപിയെ സ്വീകരിച്ചതും അംഗീകരിച്ചതും. ഇപ്പോഴും സുരേഷ് ഗോപിയെ വേട്ടയാടുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ഇവിടെ ഒരു 2 അക്ക സംഖ്യയിലേക്ക് BJP ജയിക്കുന്നതോട് കൂടിയിട്ട് പിന്നീട് പറയുന്ന തുടാപ്പി ജിഹാദി അജണ്ടയൊന്നും കേരളത്തിൽ പിന്നീട് പ്രത്യേകിച്ചൊന്നും നടക്കില്ല എന്നുള്ളതാ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ തുടാപ്പികളും ജിഹാദികളൊക്കെ BJPയുടെ ഓരോ സ്ഥാനാർത്ഥികൾക്കെതിരെയും വ്യക്തിഹത്യയായിട്ടും തെറിവിളികളായിട്ടും അധിക്ഷേപമായിട്ടും നിരന്തരം രംഗത്തുണ്ട്. ഇതൊക്കെ തന്നെ കേരളത്തിലെ സകല മലയാളികളും തിരിച്ചറിയണം. ഇവിടെ നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിനൊക്കെ വേണ്ടി നിലകൊള്ളുന്ന ആളുകളെയാണ് വിജയിപ്പിക്കേണ്ടത്. അല്ലാതെ ഇറാന് വേണ്ടിയിട്ടും ഗാസയിലെ പലസ്തീനി എന്നൊക്കെ പറഞ്ഞ് ലോകത്ത് വേറെ പ്രശ്നം ഉണ്ടെങ്കിലും പ്രശ്നമില്ലാതെ പലസ്തീൻ മാത്രം പൊക്കിപ്പിടി ഇത്തരം മനുഷ്യത്വം പറയുന്നവരെ അല്ല നമുക്ക് നമ്മുടെ കേരളത്തില്, നമ്മുടെ നാട്ടില് എലിക്കടി കൊണ്ട് പോലും നടക്കുന്ന നമ്മളിൽപ്പെട്ട മതഭേദമന്യേ സകലരെയുമാണ് ചേർത്ത് പിടിക്കേണ്ടത്. അതാണ് അഞ്ജലി നായർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉയർത്തിപ്പിടിക്കുന്നത്. നമ്മളിൽപ്പെട്ട ആളുകൾക്ക് വീടില്ലാത്ത ആളുകളുണ്ട്. ഗാസയിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്ന ആളുകളല്ല. ദുരന്തം എന്ന് പറഞ്ഞ ലോകത്തിന്റെ ഏതോ കോണിലേക്ക് മതം നോക്കിയിട്ട് ക്യാഷ് അയച്ചു കൊടുക്കുക, സഹായം അയച്ചു കൊടുക്കുക, റീൽ ഇടുക എന്നല്ല. മറിച്ച് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് വേണ്ടി ആര് നിലകൊള്ളുന്നു, സാധാരണക്കാരെ വിഷയം ആര് ഉയർത്തിപ്പിടിക്കുന്നു, അവരെയാണ് നമ്മൾ മലയാളികൾ വിജയിപ്പിക്കേണ്ടത്. ഒരുപാട് കാലമായില്ലേ കേരളത്തിൽ ഇടതും വലതും ഇങ്ങനെ മാറി മാറി ഭരിക്കുന്നത്. നമുക്കിനി ഇത്തവണ ഈ പറയുന്ന മറ്റൊരു നേതൃത്വത്തെ തിരഞ്ഞെടുക്കാം. അവര് നാടിന് വേണ്ടി നിലകൊള്ളുവോ നോക്കുക. നിലകൊണ്ടു കഴിഞ്ഞാൽ പിന്നീട് അവരെ തന്നെ വിജയിപ്പിക്കാം. ഇതൊക്കെയല്ലേ ബോധമുള്ള ഏതൊരു മലയാളിയും ചെയ്യേണ്ടത്. നമ്മൾ വലിയ പ്രബുദ്ധരാണ് എന്നല്ലേ പറയാറുള്ളത്. ഈ ഇടതും വലതും കേരളത്തിന് എന്തെങ്കിലും തരുന്നോ? ദുരന്തമല്ലാതെ ഈ ഇടതും വലതും എന്തെങ്കിലും കേരളത്തിൽ ചെയ്യുന്നോ? ഒരു ഉണ്ടയും ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ നാടിന് വേണ്ടി നിലകൊള്ളുന്ന അഞ്ജലി നായരെ പോലെയുള്ള ആളുകളെ അല്ലേ നമ്മളൊക്കെ തന്നെ തിരഞ്ഞെടുക്കേണ്ടത്. തൃപ്പൂണിത്തറയിലെ ഇലക്ഷൻ പ്രചരണം കാണുമ്പോൾ വളരെ വ്യക്തമാണ് UDF-ന്റെയും LDF-ന്റെയും ഒക്കെ സ്ഥാനാർത്ഥിയൊക്കെ മറികടന്ന് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് അഞ്ജലി നായർ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. അവരെ തന്നെയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് അവിടെ നിന്ന് വിവരങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്.